ദൈവത്തിന്റെ ധന്യമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ സോഷ്യൽ മീഡിയയിൽ ദൈവവചനവുമായി കടന്നു വരുവാൻ ദൈവരവസരം കൂടെ നൽകിയതിൽ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ലൈക്ക് ചെയ്യുകയും വീണ്ടും കാണുകയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ മറ്റുള്ളവരൊക്കെ വീണ്ടും ഇത് കാണുകയും ഈ പ്രോഗ്രാമുകൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുകയും നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർ വചനം പഠിക്കുകയും ഒരാത്മാവിലും ആത്മീയമായിട്ട് വളരുവാനായിട്ട് ദൈവം സഹായിക്കും. ഇന്ന് നമ്മൾ ചെറിയൊരു ചിന്തയാണ് ഇന്ന് ദൈവജനത്തിൽ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനെ നമ്മൾ ആധാരമായിട്ട് എടുത്തിരിക്കുന്നത് ശൗമേൽ പ്രവാചകൻ അല്ലെങ്കിൽ ശൗമേലിന്റെ 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്നാണ്. പറയാം, ദൈവജനം വായിക്കുന്നുണ്ട്, എൻ്റെ കൃപ നിനക്കും മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എൻ്റെ കൃപ നിനക്കും മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ദൈവത്തിന്റെ ശക്തി തികവുള്ളതാണ്. ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വരുന്നത് ബലഹീനതയിലാണ്. സ്തോത്രം. നമ്മുടെ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വരുന്നത്. സ്തോത്രം. നമ്മുടെ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം ഫെലിസ്ത്യരുടെ യുദ്ധത്തിന് അടുക്കുന്ന സമയം 40 രാവും 40 പകലും മലനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുന്ന സന്ദർഭം. ഇസ്രായേൽ മകൾ മറുഭാഗത്ത് താവളമടിച്ചിരിക്കുമ്പോൾ ഇസ്രായേൽ ഭയപ്പെട്ടും ശൗല് വളരെ ഭയപ്പെട്ടു. അടുത്ത നിമിഷം എന്ത് ചെയ്യും? ഇവരെ ആക്രമിച്ചാൽ ഇസ്രായേൽ എല്ലാം തവിടുപൊടിയാവും. അഭിഷേകമില്ലാത്ത ശൗൽ ഭയപ്പെട്ടു. മുട്ടുകൾ തമ്മിലിടിക്കുമ്പോൾ അഭിഷേകമുള്ള ദാവീദ് ആടുകളെ മേയ്ക്കുന്ന സ്ഥലത്തു നിന്നും ആ യുദ്ധസമയ സ്ഥലത്തേക്ക് കടന്നു വരുന്നതും അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് യുദ്ധസമയത്ത് ഈ ഗോലിയാത്തിന്റെ വെല്ലുവിളി ദാവീദ് കേൾക്കുകയുണ്ടായി. അതെനിക്ക് വളരെ ഭാരമുണ്ടായിരുന്നു. യഹോവയായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ നിന്ദിക്കുന്ന ഈ പരീക്ഷ ഏതാണ്? അപ്പോൾ അതൊരു വലിയ തൻ്റെ അഭിഷേകത്തെ ചോദ്യം ചെയ്യുന്നു, തൻ്റെ ദൈവകൃപയെ ചോദ്യം ചെയ്യുന്ന, തൻ്റെ യൗവനക്കാരനാണെന്നുള്ള ബലഹീനത, തൻ്റെ ചെറുപ്പക്കാരനാണെന്നുള്ള വലിയ ഒരു ബാല്യക്കാരനാണെന്നുള്ള ബലഹീനത മാത്രം എനിക്കുള്ളൂ. അത് തൻ്റെ ആ ബലഹീനതയൊന്നും വെക്കാതെ താൻ എളിയവൻ ചെറിയവനാണെന്നുള്ള ചിന്ത മാറ്റി വെച്ചിട്ട് ആ അഭിഷേകമുള്ളവൻ എത്രത്തോളം വലിയവനാണെന്ന് കാണിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അഭിഷേകം നിന്റെ മേൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രായമല്ല, ഏത് പ്രായമാണെങ്കിലും അഭിഷേകമുള്ളതിനെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തെ മറികടക്കുവാൻ, ഏത് സാഹചര്യത്തിൽ നിൽക്കുവാനും ദൈവം നിനക്ക് കൃപ തരും. എനിക്കും നിങ്ങൾക്കും ആ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ആ ദൈവശക്തി എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്ന ആ ദൈവശക്തി. സ്തോത്രം. അപ്പോൾ ദാവീദ് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ശൗൽ രാജാവ് തന്റെ പടച്ചട്ട എടുത്ത് ദാവീദിന് കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയും. തന്റെ പടച്ചട്ട ദാവീദ് ഇട്ടപ്പോൾ തനിക്ക് നടക്കുവാനോ തനിക്കത് ധരിച്ചിട്ട് നടക്കുവാനോ തനിക്ക് ശീലമില്ലാത്തത് കൊണ്ട് പടച്ചട്ട തന്നെ ഉപേക്ഷിക്കുവാനിടയായി. അത് തനിക്ക് ചേരുന്നതല്ലെന്ന് കണ്ടു. അതുകൊണ്ട് തനിക്ക് ഒരു പ്രയോജനമില്ലെന്ന് തനിക്ക് മനസ്സിലായി. ദാവീദ് മറ്റൊരു ചേരുന്ന പടച്ചട്ട ദാവീദിന് ഉണ്ടാക്കി കൊടുത്തില്ല. എന്റെ പടച്ചട്ട ചേരത്തില്ല, എന്നാൽ നല്ലൊരു പടച്ചട്ട പുള്ളിക്ക് എന്നാ ഉണ്ടാക്കി കൊടുക്കാവുന്ന ദാവീദിൽ രാജാവില്ലേ, ഒന്ന് കൽപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ പടച്ചട്ട റെഡിയാക്കി കൊടുക്കും. അവിടെ അതിന് മുതിർന്നില്ല. ദാവീദ് തന്റെ എളിയ ആ പൊക്കണവും സഞ്ചിയും തന്റെ കവണയുമായിട്ട് നമുക്കറിയാം ആ തോട്ടിലേക്ക് ചെന്ന് 5 ദിവസമുള്ള കല്ലുകൾ പറക്കി ഗോലിയാത്തിന് നേരെ അഭിഷേകത്തോട് തന്നെ ഓടി അടുക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. സ്തോത്രം. ഇസ്രായേലിനെ നിന്ദിച്ച പരീക്ഷ, അല്ലെങ്കിൽ ഇസ്രായേൽ നിന്ദിച്ച ഗോലിയാത്തിനെ വലിയ കുന്തവും വലിയ പരിചയവും
വലിയ പൊക്കവും നെടുപ്പവും ഉള്ളവനായിരിക്കുന്ന ഗോലിയാത്ത്. അജാനഭാവമായിരിക്കുന്ന ഒരു മനുഷ്യൻ ഇസ്രായേലിന്റെ ദൈവത്തെയും ജനത്തെയും ഒക്കെ നിന്ദിച്ചുകൊണ്ട് അവന്റെ ദേവന്റെ നാമത്തിൽ നിന്ദിച്ച് പരിഹസിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്നേക്കുമായി സഹിക്കുവാൻ കഴിയാത്ത അഭിഷേകമുള്ളവൻ. ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നു, ദൈവം നിനക്ക് ആ അഭിഷേകം, ദൈവം ദാവീദിന് നൽകിയ ആ അഭിഷേകത്താൽ ഞാൻ വരുന്നത് യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ കണ്ണുകളിലേക്ക് വരും. നീ നിന്റെ ദേവന്മാരുടെ നാമത്തിലായി വരുന്നു, പക്ഷെ ഞാൻ വരുന്ന സൈന്യമുള്ള ദൈവമായ യഹോവയുടെ നാമത്തിൽ. ആ അഭിഷേകത്തിന്റെ ശക്തിയോടുകൂടിയാണ് പടയ്ക്ക് നേരെ ഓടിയെടുക്കുന്നത് ദാവീദിനെ കാണാൻ കഴിയും. ആ ഓടുകയും താൻ കവണയിൽ കല്ല് വെച്ച് ചുഴറ്റി ഒന്ന് കറക്കി, ഓടുകയും കല്ല് വെച്ച് അപായത്തിൽ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വലിയ സംഗതികളെ ദൈവത്തിന് ചെറിയൊരു അന്നൊരു കല്ലുകൊണ്ട് തകർത്തു കളയാൻ കഴിയും. ദൈവത്തിന്റെ ഒരു ചെറിയ വിരള് മതി. സ്തോത്രം. അതിലെ മല്ലനായ ഗോലിയാത്തിനെ ഒരു മിനുസമുള്ള ചെറിയൊരു കല്ലുകൊണ്ട് ഒരു ബാല്യക്കാരൻ സംഹരിച്ചതായ നമുക്കറിയാം. അവനെ കൊന്ന് അവന്റെ വാൾ ഊരി തന്നെ അവന്റെ കഴുത്ത് അറുത്ത് ശൗലിന്റെ അടുത്ത് കൊണ്ടുവന്നു ചരിത്രം നമുക്ക് പുസ്തകത്തിൽ വായിക്കുവാനായിട്ട് കഴിയും. അവന് യുദ്ധ സേവ ചെയ്തു. മറ്റൊരുത്തിനിട്ട തുരുമ്പ് പിടിച്ച പട ചട്ട നിനക്ക് എന്തിനാ? മറ്റൊരുത്തിനിട്ട ഉപയോഗിച്ച പടച്ചട്ട നിനക്കെന്തിന്? സ്തോത്രം. അത് നിനക്ക് പറ്റില്ല. അഭിഷേകമുള്ളവന് മറയ്ക്കുന്നത് ദൈവത്തിന്റെ പരിചകളാണ്. സ്തോത്രം. മൂന്നാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ വായിക്കുന്നു, നീ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകും. സ്തോത്രം. നീ എനിക്ക് ചുറ്റും പരിചയമാണ്. സ്തോത്രം. എനിക്ക് ആരുടെ പടച്ചട്ട വേണ്ട, എനിക്ക് ആരും ഇട്ട പടച്ചട്ട വേണ്ട. ആമേൻ. ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള ആ പരിചരണം എനിക്ക് വേണം. സ്തോത്രം. ദാവീദ് പറയുക, ഇതിൽ നിന്ന് നാം പുറത്തു വരണം. സമുദായത്തിന്റെ പടച്ചട്ട, ബന്ധങ്ങളുടെ പടച്ചട്ട, നിയമത്തിന്റെ പടച്ചട്ട, നിയമക്കുരുക്കിന്റെ പടച്ചട്ട, ആ ചട്ടക്കൂടിൽ നിന്ന് പൊട്ടിച്ചെറിയണം. അഭിഷേകത്താൽ ആ പടച്ചട്ട എടുത്ത് ആമേൻ മാറ്റണം. ദിവസങ്ങളിൽ നിന്റെ മേലിരിക്കുന്ന ആ പടച്ചട്ടയുള്ള നടക്കുവാൻ പറ്റാത്ത, യുദ്ധം ചെയ്യുവാൻ കഴിയാത്ത, പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത, നിയമത്തിൻ്റെതായ സമുദായത്തിൻ്റെതായ ചില ബന്ധനങ്ങളുടെ പടച്ചട്ടയുണ്ടല്ലോ. നീ അറിയാതെ തന്നെ നിന്റെ മേലിട്ടിരിക്കുന്ന, ആരൊക്കെയോ നിന്റെ മേലിട്ടിരിക്കുന്ന ചില പടച്ചട്ടകളുണ്ട്. ആ പടച്ചട്ടകളെ നീ ദൂരെ വലിച്ചെറിയുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ തന്നെ, നാളെയല്ല, ഇന്ന് രാത്രിയിൽ തന്നെ നിന്റെ മേലുള്ള പടച്ചട്ടകൾ കയറിയ അത് നിനക്ക് ചേരത്തില്ല. നിന്റെ മേൽ അഭിഷേകം വരികയാണ്. ഒരു പുതിയ അഭിഷേകം നിന്റെ മേൽ പകരപ്പെടുകയാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മെ ആരെങ്കിലും ആമേ സ്തോത്രം ചട്ട അണയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, 7 ചട്ടക്കൂടിനകത്ത് ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ ഏതൊരു ബന്ധനത്തിലായിരുന്നെങ്കിൽ, നിയമത്തിന്റെ കുരുക്കിലോ ഒക്കെയാണെങ്കിൽ, ആമേ നിന്നെ വളർത്തുന്നതിലും തളർത്തുവാനായിട്ടും വേണമെങ്കിൽ ചട്ടക്കൂടിൽ നിർത്തിയേക്കാം. നീ പുറത്തു വന്നാൽ അഭിഷേകത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ആമേൻ സ്തോത്രം, ഒരു യുദ്ധം നിനക്ക് ഉണ്ട്. സ്തോത്രം. കർത്താവ് നിനക്കൊരു ഒരു അഭിഷേകത്തിന്റെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആട് നയിക്കുന്നവനാണെങ്കിലും യൗവനക്കാരനാണെങ്കിലും പ്രായവ്യത്യാസമെന്നെ ഏത് പ്രതിസന്ധിയെയും നിനക്ക് തരണം ചെയ്യുവാൻ, നേരിടുവാനുള്ള കരുത്ത് ഈ അഭിഷേകം നിനക്ക് തരും. ശൗലിന്റെ പടച്ചട്ടയല്ല, ശൗലിന്റെ കരുത്തല്ല, ശൗൽ തരുന്ന മാനുഷികമായിട്ടുള്ള നിയമങ്ങളല്ല, മാനുഷികമായിട്ടുള്ള ബുദ്ധിയുടെ പ്രമാണമല്ല, ആമേ സമുദായത്തിന്റെ പ്രമാണമല്ല, ഈ ലോകത്തിന്റെയോ പാപത്തിന്റെയോ ഒന്നും ആമേ സ്വാധീനമല്ല. അഭിഷേകമാ ഉയരത്തിലെ ദൈവം ശമൂവേൽ പ്രവാചകനിൽ കൂടെ തന്ന ആ അഭിഷേകം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അഭിഷേകമാണ് ആമേ നിന്നെ പലയിടത്തും ജയിക്കുവാൻ കാരണമായി തീരുന്നത്. ഇതിന് മുൻപോട്ടുള്ള യാത്രയിൽ നിന്നെ നടത്തുന്നത്, നിന്റെ കുടുംബത്തിന്റെ വിടുതല്, നിന്റെ തലമുറയുടെ വിടുതല്, നിന്റെ പ്രാർത്ഥന, ആമേ പ്രാർത്ഥനയുടെ വിടുതൽ, നിന്റെ ആരാധനയുടെ വിടുതല്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷകൾക്ക് മറ്റൊരുത്തൻ ഏൽപ്പിച്ച പടച്ചട്ട ഇട്ടാൽ നമ്മുടെ ശുശ്രൂഷ ശരിയായ നിലയിൽ ശുശ്രൂഷ വെളിപ്പെടുകയില്ല, പ്രാർത്ഥന വെളിപ്പെടുകയില്ല, ആരാധന വെളിപ്പെടുകയില്ല, യുദ്ധം വെളിപ്പെടുകയില്ല.
ആമേൻ, അത് ശീലമുള്ളവർക്കേ പറ്റൂ. ആമേൻ, സ്തോത്രം. ദാവീദിന്റെ ശീലം, ആമേൻ, സ്തോത്രം, പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തെ സ്തുതിക്കുന്നതാണ്, മഹത്വപ്പെടുത്തുന്ന കിന്നരം വായിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതാണ് ദാവീദിന്റെ ശീലം. ദാവീദിന്റെ ഹൃദയത്തിൽ അവൻ കൃപ വർദ്ധിപ്പിക്കുന്നത് കിന്നരം പാടിക്കൊണ്ടാണ്. 3 നേരം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. 3 നേരം ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന, സങ്കടം ബോധിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദാവീദിനെയാണ് ദൈവം അഭിഷേകം പകരുന്നത്. സ്തോത്രം. ദിവസം 7 പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കുന്നവൻ, ആമേ, സ്തോത്രം, അല്ലെങ്കിൽ നല്ല സാക്ഷ്യമുള്ളവനാണ്. കരടിയെയും സിംഹത്തെയും വലിച്ചു കയറിയവനായ ദൈവം സകല, ആമേ, സ്തോത്രം, പ്രകൃതികളുടെ മേലും രാത്രിയും പകലൊന്നുമില്ലാതെ ആടുകളുടെ കൂടെ നടന്ന് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത കൃപകൾക്കൊത്തവണ്ണം ദൈവത്തിന്റെ നിശ്ചല കൃപകളെ പ്രാപിച്ചവനായ ദാവീദ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദാവീദ് ഹല്ലേലൂയ സാക്ഷ്യം പറയുമ്പോൾ അവൻ ഒരിക്കലും കരടിയും ഒരു സിംഹവുമാണ്. ഹല്ലേലൂയ. വനത്തിലെ ഘോര മൃഗങ്ങളാണ്. ജഗവിസാരമായ ആളിനെ വലിച്ചു കീറിക്കളയുന്നത് പോലെ അഭിഷേകത്താൽ ഇതിനെ കീറിക്കളച്ചത്. ഗോലിയാത്തിന്റെ മുമ്പിൽ, ആമേൻ, സ്തോത്രം, അധൈര്യപ്പെടേണ്ട, ഭയപ്പെടേണ്ട കാര്യമില്ല. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ചട്ടക്കൂടൊക്കെ മാറ്റി പൊളിച്ചു കളഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ ചട്ടക്കൂടിലേക്ക്, അഭിഷേകത്തിന്റെ ചട്ടക്കൂടിലേക്ക് നീ മാറുന്നെങ്കിൽ ഒരു ശക്തിക്ക് തകർക്കുവാൻ പറ്റത്തില്ല, കഴിയത്തില്ലെന്ന് രാത്രി ദൈവവചനത്തിന്റെ പ്രമാണത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറയുന്നു. ദൈവജനമേ, ലോകം തരുന്ന ചട്ടക്കൂട് വലിച്ചെറി, മനുഷ്യത്തിന്റെ ചട്ടക്കൂട് വലിച്ചെറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അഭിഷേകത്തെ സ്വീകരിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എത്ര പേർ എന്നെ കേൾക്കുന്നു? ഈ വരുന്നതിന് മുമ്പാകെ എത്ര പേര് സമർപ്പിക്കുന്നു? ദൈവാത്മാവിനിൽ ചെന്ന ചെറിയൊരു ചിന്തയെ ഞാൻ പറഞ്ഞത്. നമുക്ക് എത്ര പേർക്ക് ഇത് ഏറ്റെടുത്തു, എത്ര പേർ വിശ്വസിക്കുന്നു എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ച, നിങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ചട്ടക്കൂടുകൾ, ഏതെങ്കിലും നമ്മളെ പിടിച്ചേൽപ്പിച്ച, നമ്മെ സ്വാധീനിച്ച, നമുക്ക് പുറത്തു വരാൻ കഴിയാത്ത ഏതെങ്കിലും ചട്ടക്കൂടുകളുണ്ടായി, തീർച്ചയായും അതിൽ നിന്ന് ദിവസങ്ങളിൽ പുറത്തു വന്നാൽ സ്വാതന്ത്ര്യത്തിന് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ഇനി അടിമലോകത്തിൽ കുടുങ്ങിപ്പോകരുത്. ശക്തമായി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കും. പരിശുദ്ധ ദൈവമേ, ഈ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്ക് സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. ഈ കേട്ട എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ചട്ടക്കൂടുകളെ പൊളിച്ച് പുറത്തു വരുന്ന സ്വതന്ത്രരായി ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവനാമത്തിന് വേണ്ടി നിൽക്കുകയും ദൈവത്തെ ശുശ്രൂഷിപ്പാൻ, യുദ്ധം ചെയ്യുവാൻ, ഒരാത്മീയ യുദ്ധക്കളത്തിലേക്ക് ധൈര്യമായി മുന്നേറുവാൻ, ശത്രുവിന്റെ മുമ്പിൽ കോട്ടകളെ തകർക്കത്തക്കവണ്ണം ആ ആമേൻ, സ്തോത്രം, അത് ദൈവസന്നിധി, ആമേൻ, സ്തോത്രം, ആമേൻ, ശത്രുവിന്റെ സകല പോരുകളെയും തകർക്കുവാൻ തക്കതായ, ആമേൻ, സ്തോത്രം, ആയുധം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതോട് സ്തോത്രം. ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഇത് മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മൾ സഹായിക്കട്ടെ. വീണ്ടും കാണാം. നമസ്കാരം. താങ്ക് യു.